വഖഫ് വസ്തുക്കൾ ഉമ്മീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 5-ന് തീരാനിരിക്കെ വിചിത്ര നടപടിയുമായി വഖഫ് ബോർഡ് ഡിസംബർ 4-നാണ് ഉമ്മീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് സംബന്ധിച്ച പരിശീലനം നൽകുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലെ വഖഫ് ഭാരവാഹികൾക്കുള്ള പരിശീലനമാണ് വഖഫ് ബോർഡ് ഡിസംബർ 4-ന് വെച്ചത്. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. അസ്ലം, മറ്റ് ജില്ലകളിലേത് പൂർത്തിയായോ? പുതുക്കിയ വഖഫ് നിയമത്തിന്റെ ഭാഗമായി ഉമ്മീദ് എന്ന് പറയുന്ന ഒരു പോർട്ടലിൽ മുഴുവൻ വഖഫ് സ്വത്തുക്കളുടെയും അപ്ലോഡിംഗ് നടത്തേണ്ടതുണ്ട്. അത് വഖഫ് ബോർഡുകളല്ല, നേരിട്ട് ഏത് വഖഫുകളാണ് നടത്തുന്ന ഭാരവാഹികൾ തന്നെ നേരിട്ട് ഇൻഡിവിജ്വലായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള അവസാന തീയതി ഈ മാസം 5-ാം തീയതി അവസാനിക്കുകയാണ്. ഇതിനുവേണ്ടി സംസ്ഥാന വഖഫ് ബോർഡ് വിവിധ ജില്ലകളിൽ പരിശീലനം നടത്തിയിരുന്നു. മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെ സ്ഥലങ്ങളിലൊക്കെ പരിശീലനം പൂർത്തിയായിരുന്നു. അതേസമയം ഇതിന്റെ ഏറ്റവും അവസാന ദിവസം 5-ാം തീയതി അവസാനിക്കാനിരിക്കെ 4-ാം തീയതി കൂടി പരിശീലനം വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് കൊല്ലത്ത് നടക്കുന്നുണ്ട്. ഈ ഓരോ ജില്ലകളിലും സമയമനുസരിച്ച് ക്രമീകരിച്ച് വെച്ചതെന്നാണ് വഖഫ് ബോർഡ് നൽകുന്ന വിശദീകരണം. അതേസമയം 4-ാം തീയതി പരിശീലനം ലഭിച്ചിട്ട് 5-ാം തീയതി എങ്ങനെ ഈ അപ്ലോഡിംഗ് പൂർത്തിയാക്കുമെന്ന ചോദ്യമാണ് വഖഫ് ഭാരവാഹികൾ ചോദിക്കുന്നത്. ഇതിൽ ശരിക്കും നേരിട്ട് തന്നെ കേന്ദ്രം ഈ SIR നടപ്പാക്കുന്നത് പോലെ തന്നെ വളരെ ധൃതി പിടിച്ചുകൊണ്ടാണ് ഈ ഒരു വഖഫ് ഉമ്മീദ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിലേക്ക് പോകുന്നത്. ഇത് പലർക്കും ഇതിൽ പരിശീലനമില്ല. മാത്രമല്ല, ഇത് പലരും ഈ ഒരു പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അത്രത്തോളം ബോധവൽക്കരണം അല്ല. ഈ ഒരു ഘട്ടത്തിലാണ് വഖഫ് ബോർഡ് പരിശീലനം നൽകാൻ പ്രത്യേകിച്ച് വഖഫ് സ്വത്തുക്കളുടെ ഭാരവാഹികൾക്ക്, കമ്മിറ്റി ഭാരവാഹികൾക്ക് പരിശീലനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുതന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടൊരു പ്രശ്നമുണ്ട്. അവർ പറയുന്ന കാര്യം, പ്രധാനപ്പെട്ട വഖഫുകൾ, പ്രത്യേകിച്ച് കൂടുതൽ വഖഫ് സ്വത്തുക്കളുള്ളത് മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളാണ്. അവിടെ നേരത്തെ പരിശീലനം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കുറച്ച് വഖഫ് സ്വത്തുക്കൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ പോലും ഈ സമയം ഒട്ടും ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പരിശീലനം നൽകി വഖഫ് സ്വത്തുക്കൾ ഉമ്മീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യിപ്പിക്കാനുള്ള നടപടികൾക്ക് വേഗത വരുത്തണമെന്നാണ് ഭാരവാഹികൾ മറ്റുമൊക്കെ ആവശ്യപ്പെടുന്നത്. ശരിക്കും കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ ഈ സമയ നിബന്ധന വെച്ച് നടപടികൾ മുന്നോട്ട് പോകുന്നതും. സംസ്ഥാന വഖഫ് ബോർഡ് ഇതിനൊരു സഹായം മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ഈ സമയബന്ധിതമായി നേരത്തെ തന്നെ പരിശീലനം കൊടുത്തെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു വഖഫ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു നടപടി വേഗത്തിലാകും എന്നാണ് പറയുന്നത്. എന്തായാലും 5-ാം തീയതിക്ക് ശേഷം, അത് 5-ാം തീയതി ആവുന്നതോടുകൂടി തന്നെ ഈ പോർട്ടൽ ലോക്കാവും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതിൽ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ലഭിക്കുകയില്ല. അത് വന്നില്ലെങ്കിൽ കറണ്ട് ലിസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും നമുക്കറിയാം വഖഫ് സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തർക്കം ഉന്നയിക്കലാണ്. സ്വാഭാവികമായിട്ടും ഉമ്മീദ് പോർട്ടലിൽ വരാത്ത, എൻട്രി ചെയ്യാത്ത വഖഫ് സ്വത്തുക്കളിൽ മേൽ തർക്കം ഉന്നയിക്കപ്പെടുകയും ആ വഖഫ് സ്വത്തുക്കൾ, അത് പള്ളികളാണെങ്കിലും ഖബർസ്ഥാൻ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ വീണ്ടും ഒരു തർക്ക പ്രശ്നങ്ങളിലേക്ക് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പരമാവധി വേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് ഈ വഖഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ആവശ്യപ്പെടുന്നത്.